ഹായ് എവരിവൺ, നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബ്ലെൻഡ് ടൂളാണ്. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സജഷൻസും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻറ്റ് ചെയ്യുക. അതിനൊക്കെ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ബ്ലെൻഡ് ടൂൾ എന്ന് പറയുന്നത് രണ്ട് ഷേപ്പുകൾ അല്ലെങ്കിൽ രണ്ട് ഒബ്ജക്റ്റുകൾ ഉപയോഗിച്ച് സ്മൂത്തായിട്ട് ട്രാൻസിഷൻ ചെയ്യുക. അതിനാണ് ബ്ലെൻഡ് ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നതിന് മുമ്പേ രണ്ട് കാര്യങ്ങളൊന്ന് എനേബിൾ ചെയ്തിട്ട് ഇടുക. ഗ്രേഡിയൻറ്റ്, കളർ, ഈ രണ്ട് കാര്യങ്ങളൊന്ന് ഈ രണ്ട് പാനലുകൾ എനേബിൾ ചെയ്ത് സൈഡിൽ വെച്ചിട്ടുണ്ട്. കളർ ലേയേഴ്സ് ഓൾറെഡി എനേബിൾ ആയിരുന്നു. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, രണ്ട് ഷേപ്പ് വരയ്ക്കുകയാണ്. ഇപ്പോൾ റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു ആദ്യം. അടുത്ത റെക്റ്റാങ്കിൾ തന്നെ വരച്ചേക്കാം, എന്നിട്ട് ഞങ്ങൾക്ക് വേറൊരു കാര്യം കാണിക്കാം. ഓക്കെ, വരച്ച ശേഷം ഞാൻ ഇതിൻ്റെ മറ്റൊരു കളർ കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ ഇതിൻ്റെ ഡാർക്ക് ഗ്രീൻ ആ രീതിയിൽ കൊടുക്കുകയാണ്. ഓക്കെ, ഡാർക്ക് ഗ്രീൻ കൊടുത്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യുന്നു, രണ്ടിനെ സെലക്ഷൻ ചെയ്യുന്നു. സെലക്ഷൻ ചെയ്ത ശേഷം ഒബ്ജക്റ്റ്, ബ്ലെൻഡ്, മേക്ക് എന്നുള്ള രീതി. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം, ബ്ലെൻഡ് ടൂളിനകത്തും പോയി ചെയ്യാം. പക്ഷേ ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ രീതി ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ച് ഈസി. അതിനുവേണ്ടിയാണ് ഇങ്ങനെ കാണിച്ചിരുന്നത്. ഓക്കെ, ബ്ലെൻഡ് മേക്കേ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ റെഡ് എന്ത് ചെയ്യുന്നു, മാറി 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 ഗ്രീനിലേക്ക് മാറുന്നതായിട്ട്. പക്ഷേ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് വ്യത്യാസം എന്താണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ സെലക്ഷൻ ചെയ്തിട്ട് ഒബ്ജക്റ്റിനകത്ത് പോയിട്ട് ബ്ലെൻഡിനകത്ത് കസ്റ്റമൈസ് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതാണ് ബ്ലെൻഡ് ഓപ്ഷൻസ്. അപ്പോൾ അങ്ങനെ ക്ലിക്ക് ചെയ്യാൻ നേരം ഇതിനകത്ത് 8 സ്റ്റെപ്പായിട്ടാണ് ഇത് മാറി മാറി പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് മാത്രം ഞാനൊരു 4 കൊടുക്കുകയാണ്. 4 കൊടുക്കാൻ നേരം നിങ്ങൾക്ക് മനസ്സിലാവും ഈ റെഡ് എന്ത് ചെയ്യുന്നു, കളർ മാറി മാറി ഗ്രീനിലേക്ക് മാറി പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ അത് ബ്ലെൻഡായി പോകുന്നു, സ്മൂത്ത് കളർ എന്നുള്ള രീതിയിൽ ഒരു ബ്ലെൻഡായി പോകുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതല്ലെങ്കിൽ ഇത് ഇങ്ങോട്ട് നീക്കി വെച്ചാലും മതിയാകും നമുക്ക്. അതായത് കൂടുതൽ എണ്ണങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ അങ്ങോട്ടോ ഇല്ല ഇതിനെ ഇങ്ങോട്ടോ നീക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ്. ഇത് ആദ്യത്തെ ഒരു കളറിൻ്റെ രീതിയിലുള്ള ബ്ലെൻഡ്. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്, ഇപ്പോൾ റെക്റ്റാങ്കിൾ ഇതുപോലെ ഞാൻ വരയ്ക്കുകയാണ്. വരച്ചിട്ട് ഇപ്പോൾ ഇത് റൗണ്ട് റെക്റ്റാങ്കിൾ ആയിപ്പോയി. റെക്റ്റാങ്കിൾ വരയ്ക്കാം. റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. വരച്ചിട്ട് അടുത്ത ഷേപ്പ് ഞാനിവിടെ വരയ്ക്കുന്നത് സ്റ്റാറാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഒരു സ്റ്റാർ വരയ്ക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് വെച്ചേക്കുകയാണ്. ഇതിനെ എന്ത് ചെയ്യുന്നു, രണ്ടിനെയും സെലക്ഷൻ ചെയ്തിട്ട് ഒബ്ജക്റ്റ്, ബ്ലെൻഡ്, മേക്ക് എന്നുള്ള രീതി കൊടുക്കുന്ന നേരം ഈ കളർ എന്ത് ചെയ്യുന്നു, ഈ സെയിം കളർ തന്നെയാണ് പോയിരിക്കുന്നത്, കളറിന് മാറ്റമൊന്നുമില്ല. പക്ഷേ ആ ഷേപ്പ് മാറിപ്പോയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കത് അതിപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിനെ കുറച്ചുകൂടെ നീക്കി വെക്കാം. നീക്കി വെക്കാനായിട്ട് ഇതിനെ സെലക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഗ്രൂപ്പായിട്ട് കിടക്കുന്നത് കൊണ്ട് ഇത് ഒരുമിച്ചായിരിക്കും സെലക്ഷൻ ആകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഐസൊലേറ്റ് സെലക്ട് ഗ്രൂപ്പ് എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ വേണമെങ്കിൽ ഡയറക്റ്റ് സെലക്ഷൻ എടുത്തിട്ട് മാറ്റാം. വേറൊരു വഴിയും കൂടെ ഉണ്ട്. ഈ ബ്ലെൻഡിനകത്ത് പോയിട്ട് വേണമെങ്കിൽ നമുക്ക് സെലക്ഷൻ ചെയ്യാം. ഈ ബ്ലെൻഡിനകത്ത് രണ്ടാമത്തെ ബ്ലെൻഡിനകത്ത് പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് 3 എണ്ണം ഉണ്ട്. ഇത് റെക്റ്റാങ്കിൾ, അതാണ് ഈ കാണിക്കുന്ന ഈ ലാസ്റ്റിൽ അത്. അതുപോലെ തന്നെ ഈ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ലെയറാണ് ഇപ്പോൾ ഈ കാണിക്കുന്ന ഈ ഒരു പാത്ത് കാണിക്കുന്നത്. മൂന്നാമത്തെ ഈ ഒരു പാത്താണ് ഈ മൂന്നാമത്തെ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇത് സെലക്ഷൻ ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഈ റൈറ്റ് സൈഡിൽ ഈ ബ്ലൂ ഒരു ഭാഗത്ത് വരുന്നിടത്ത് എന്ത് ചെയ്യും, ഒന്ന് സെലക്ഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഇങ്ങനെ കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ സ്റ്റാറിനെ മാത്രം എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഒന്ന് കൊടുത്ത് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ മാറ്റി വെക്കാം. അതല്ലെങ്കിൽ മറ്റു വഴിയുള്ള ഈ ഡയറക്റ്റ് സെലക്ഷൻ എടുത്തിട്ട് എന്ത് ചെയ്യും, ഇതിനെ ഒന്ന് ക്ലിക്ക് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ മാറ്റി വെക്കാം. അത് കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്യണമെന്നേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ മാറ്റി കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇത് മാറി 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 സ്റ്റാറായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത്, രണ്ടാമത്തെ ഉപയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് കളർ, ഒന്ന് ഷേപ്പ്. ഷേപ്പ് മോർഫിംഗ് എന്നും ഇതിന് പറയാറുണ്ട് ബ്ലെൻഡ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ഒരു പാത്ത് സ്ട്രെയിറ്റ് ആയിട്ടാണ് എപ്പോഴും പോകുന്നത്. അപ്പോൾ ആ ഒരു പാത്ത് എനിക്ക് മാറ്റി വിടണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെൻടൂളി വേണമെങ്കിൽ പാത്ത് വരയ്ക്കാം, അല്ലെങ്കിൽ സർക്കിളോ ഇതിനകത്ത് കിടക്കുന്ന പാത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനൊരു സർക്കിൾ ഇങ്ങനെ കാണിച്ചു തരികയാണ്. സർക്കിൾ വരച്ചിട്ട് ഞാൻ അതിൻ്റെ കളർ ഓഫ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഇതിനെ രണ്ടിനെയും കൂടെ സെലക്ഷൻ ചെയ്യുകയാണ്. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടെ സെലക്ഷൻ ചെയ്യുന്നു. ഒബ്ജക്റ്റ്, ബ്ലെൻഡ്, അതിനകത്ത് റീപ്ലേസ് സ്പൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഒരു പാത്തിനകത്തൂടെയാകും അതിൻ്റെ ഒരു പോക്ക്. മനസ്സിലായോ? ആ രീതിയിലായിരിക്കും. അപ്പം നേരത്തെ ലൈൻ രീതിയിലാണ് പോകുന്നതെങ്കിൽ ഇതൊരു സർക്കിൾ പാത്തിനകത്തൂടെ ആയിരിക്കും ഇത് പോകുന്നത്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് സെലക്ഷനൊക്കെ ഉപയോഗിച്ചിട്ട് എഡിറ്റ് ചെയ്യാം. പെൻടൂളാണ് വരയ്ക്കുന്നത്, ആ രീതിയിൽ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിന് വേണമെങ്കിൽ വലിപ്പം കൂട്ടി കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യാവും, ഇത് കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വലിപ്പമൊക്കെ വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യാൻ വേണമെങ്കിൽ അതിനനുസരിച്ച് കുറച്ചുകൂടെ വലിപ്പം കൂടി വരും. അല്ലെങ്കിൽ സർക്കിളിൻ്റെയൊക്കെ ഇപ്പം നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പേ ഇതിൻ്റെ വലിപ്പം കൂട്ടിയോ കുറച്ചോ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്.
എന്നിട്ട് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാവുന്നതുമാണ്. ഇതൊക്കെ ചെയ്ത് കാണിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ടെസ്റ്റ് രീതിയിൽ ഇപ്പോൾ ഈ പറയുന്നത് ഇപ്പോൾ പാത്ത് രീതിയിലായി, കളർ രീതിയിലായി, ഷേപ്പ് രീതിയിലായി. ഇനി അടുത്തത് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ഒബ്ജക്റ്റുകളെന്ന് പറയുന്ന സാധനം വേണമെങ്കിൽ നമുക്ക് ടെസ്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനൊരു ടെസ്റ്റ് രീതിയിലും കൂടെ കാണിക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, GFX-man എന്ന് എഴുതിയിരിക്കുന്നതാണ്, ടെസ്റ്റ് കൊടുക്കുകയാണ്. ഈ GFX-man എന്ന് ഞാൻ ടെസ്റ്റ് കൊടുക്കുന്നു. അതിൻ്റെ ഞാൻ എന്ത് ചെയ്യുന്നു, കോപ്പി എടുത്ത് താഴോട്ട് വെക്കുന്നു. ഓൾട്ട് ഹോൾഡ് ഉണ്ട്, കോപ്പി എടുത്ത് വെച്ചു. ഇതിന് ഇതേപോലെ തന്നെ ഞാൻ മറ്റൊരു കളർ കൊടുക്കുക. അപ്പോൾ ഞാൻ റെഡ് കൊടുക്കുകയാണ്. റെഡ് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ഇതിനെ സെലക്ഷൻ ചെയ്യുന്നു, രണ്ടിനെ. ഇതുപോലെ തന്നെ ഒബ്ജക്റ്റ് ബ്ലെൻഡ് മേക്ക് എന്നുള്ള രീതി കൊടുക്കാൻ നേരം ഇതുപോലെ തന്നെ സെയിം ബ്ലെൻഡ് ഇവിടെയും ആയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ചില ഒബ്ജക്റ്റുകളിലൊക്കെ നമ്മൾ ചില അഡ്വർടൈസ്മെൻറ്റിലുമൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, കളർ മാറ്റണമെങ്കിൽ പഴയ പോലെ തന്നെ ബ്ലെൻഡിനകത്ത് പോയിട്ട് എന്ത് ചെയ്യുക, ഇതിനകത്തൊന്ന് സെലക്ഷൻ ചെയ്തിട്ട് ബ്ലാക്ക് മാറ്റിയിട്ട് ഞാൻ ഒരു വൈറ്റ് ആക്കി കൊടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇതിനെ സെലക്ഷൻ ചെയ്യുന്നു, ഇതിനെ സെലക്ഷൻ ചെയ്ത് മേലോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ടോ. ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അതുമായിട്ട് ബ്ലെൻഡായി പോകുന്ന രീതിയിലായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ അല്ലേ? വേണമെങ്കിൽ മറ്റേ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാമെങ്കിൽ കൂട്ടി കൊടുക്കാം. അതൊക്കെ നമ്മുടെ ആവശ്യം പോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനൊരു 100 കൊടുക്കുകയാണ്. ഓക്കെ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനനുസരിച്ച് കുറച്ചുകൂടെ ബ്ലെൻഡായിട്ട് പോകും. ഓക്കെ അല്ലേ? ഇതിനൊക്കെയാണ് ഒരു സ്മൂത്ത് ട്രാൻസിഷനൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ 3D ഡിസൈനുകൾ, അല്ലെങ്കിൽ ഒരു അബ്സ്ട്രാക്റ്റ് ഡിസൈനുകൾ, അല്ലെങ്കിൽ പറയുന്ന പോലെ മോഷൻ എഫക്റ്റുകൾ, ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബ്ലെൻഡ് ടൂൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ മറ്റൊരു എക്സാമ്പിളൂടെ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ഒരു 3D ഫ്ലവറാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ സ്റ്റാർ ടൂൾ യൂസ് ചെയ്തിട്ട് വരയ്ക്കാം. അപ്പോൾ സ്റ്റാർ ടൂൾ എടുക്കുന്നു, ഒരു വട്ടം ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യാൻ നേരം ഇപ്പോൾ ഇവിടെ റേഡിയസ് 1 ഉം 2 ഉം കാണിക്കും. അപ്പോൾ ഇതിൻ്റെ എത്രയാണോ കിടക്കുന്നത് അതിൻ്റെ പകുതി കൊടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ പോയിൻറ്റ്സ് കുറച്ച് കൂടുതൽ കൊടുക്കാൻ നോക്കുക. ഒരു 10-30 എണ്ണമുള്ള റേഞ്ചിൽ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പിക്സലാണ് യൂണിറ്റ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് ചിലപ്പോൾ പിക്സലല്ല, ഇപ്പോൾ സെൻറ്റിമീറ്ററോ വേറെ എന്തെങ്കിലും യൂണിറ്റിലാണ് കിടക്കുന്നതെങ്കിൽ അത് പിക്സലാക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള യൂണിറ്റ് മാറ്റാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ റൂളേഴ്സിനകത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇല്ല കൺട്രോളർ കൊടുത്താലും മതിയാകും, അല്ലെങ്കിൽ വ്യൂ റൂളേഴ്സ്, ഇവിടെ ഷോ റൂളേഴ്സ് എന്ന് കാണിക്കും. അപ്പോൾ അത് ഓണാക്കി കൊടുത്താലും മതിയാകും. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു ബാർ കാണും. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആവശ്യമുള്ള യൂണിറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ യൂണിറ്റിലായിരിക്കും അത് വരുന്നത്. ഇപ്പോൾ പിക്സൽ ഓണായി കിടക്കുന്നതുകൊണ്ടാണ് പിക്സൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പകുതിയുള്ള രീതി കൊടുക്കുന്നു, പോയിൻറ്റ്സ് കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനൊരു ഇത് വരും. ഇത് ഡിഫോൾട്ടായിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രേ വൈറ്റ് കോംബോയിലാണ് അത് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു കളർ കാണിക്കുന്നത്. ഞാൻ ഒന്ന് വലുതാക്കി കൊടുക്കുന്നു. വലുതാക്കി കൊടുത്തിട്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ കൊടുക്കാം. അപ്പോൾ ഞാനൊരു കളറ് കാണിച്ചു തരാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇതുപോലെ ഇപ്പോൾ ഒരു ഡാർക്ക് ഗ്രേയും അതുപോലെ തന്നെ ഇപ്പോൾ ഇതുപോലൊരു ഓറഞ്ച് ഷെയ്ഡിലുള്ളൊരു കളറുമാണ്. അതിൻ്റെ ഒരു റേഡിയൽ കളർ കൊടുക്കാം. കൊടുത്ത ശേഷം ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുന്നു, പുറത്തോട്ട് വെക്കുന്നു. ആ കോപ്പിക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, മറ്റൊരു കളർ കൊടുക്കാം. ഇവിടെ പോയിൻ്റ് ആഡ് ആയി കഴിഞ്ഞെങ്കിൽ അതിനെ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുക. ഇതൊക്കെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു കളറാണ്. ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു ഓറഞ്ചും അതുപോലെ തന്നെ ഡാർക്ക് യെല്ലോ വരുന്ന രീതിയിലുള്ള കളറുമാണ്. അപ്പോൾ ഈ 2 കളർ കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം, പക്ഷേ ഇതൊന്ന് നിങ്ങൾ ചൂസ് ചെയ്ത് നോക്കുക, കാണാൻ കുറച്ച് നല്ലതായിരിക്കും. അപ്പോൾ ഇത് കൊടുക്കുന്നു. ഞാൻ വളരെ ചെറുതാക്കിയിട്ടാണ് നടുക്ക് സെൻറ്ററിലേക്ക് വെക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഒരു കോപ്പി വന്നു. ഓക്കെ, ഡിലീറ്റ് ചെയ്തേക്കാം. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിലും വെക്കാം, കുഴപ്പമില്ല. പക്ഷേ നടുക്ക് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. സെലക്ഷൻ ചെയ്യുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഒബ്ജക്റ്റ് ബ്ലെൻഡ് മേക്ക് എന്നുള്ള രീതി കൊടുക്കുന്നു. അപ്പോൾ അതിനുശേഷം നിങ്ങളൊന്ന് ഉറപ്പ് വരുത്തുക, ഒബ്ജക്റ്റ് ബ്ലെൻഡ് ഇപ്പോൾ ബ്ലെൻഡ് ആയിട്ടുണ്ട്, എന്നാലും ബ്ലെൻഡ് ഓപ്ഷനകത്ത് പോയ ശേഷം 8 സ്റ്റെപ്പും അത് വേണ്ട നമുക്ക്. കാര്യം 3D ആവുകയാണെങ്കിൽ കുറച്ചേറെ സ്റ്റെപ്പുകൾ നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഞാനൊരു 200 റേഞ്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം, 100, 200, 300, ഇത്രയും ഒരുപാടും കൊടുക്കരുത്. 10,000, 2,000 ഒന്നും കൊടുക്കരുത്. ചിലപ്പം ലാഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഷോക്ക് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യാം, ഇതിവിടെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി മാത്രം ഈ ബ്ലെൻഡിനകത്ത് പോയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിന് ഏതെങ്കിലും ഒരെണ്ണത്തിന് എന്ത് ചെയ്യുന്നു, സെലക്ഷൻ ചെയ്തിട്ട് ഇങ്ങനെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ കണ്ടോ, ഇപ്പോൾ ഇങ്ങനെ ഒരു എഫക്റ്റ് വരുന്നുണ്ടെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ അല്ലേ? അതിനുശേഷം ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ നടുക്കോട്ടൊന്ന് വെച്ച ശേഷം
ഇതിനെ ഒന്ന് സെലക്ഷൻ ചെയ്തിട്ട് ഇതിനകത്തൊരു ട്വീക്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്. എഫക്റ്റിനകത്ത് പോയി കഴിഞ്ഞാൽ ഡിസ്ട്രക്ട് ട്രാൻസ്ഫോമിനകത്ത് ട്വീക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ബ്ലെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു നമ്മൾ വരയ്ക്കുന്ന രീതിയിൽ റാൻഡമായിട്ട് എന്ത് ചെയ്യും, ഈ പോയിൻറ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അതാണ് അതിനുവേണ്ടി ഒരു 3D രീതിയിൽ എന്ത് ചെയ്യും, ലൈവ് ഡ്രോയിങ് നടത്തും അവിടെ. അതിനുവേണ്ടിയാണ് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന, ഒരു എത്ര ശതമാനമോളം മാറണം, ഹൊറിസോണ്ടലും വെർട്ടിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എത്ര ശതമാനമോളം മാറണം എന്നുള്ള രീതിയിലാണ് ഇത് കാണിക്കുന്നത്. ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഞാൻ 10 ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിൻറ്റുകൾ മാറണോ അതോ അതുപോലെ തന്നെ ഈ ഷേപ്പുകൾ അതിനനുസരിച്ച് കറക്റ്റായിട്ട് പോകണം. ഇപ്പോൾ ഞാൻ ഷേപ്പുകൾ എന്നുള്ള രീതിയിലാണ് റിലേറ്റീവ് കൊടുത്തിരിക്കുന്നത്. ഇത് പോയിൻറ്റുകളാണെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൻ്റെ പോയിൻറ്റുകളായിരിക്കും മാറി മാറി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാം, ഇവിടെ ഒരു 3D ഫ്ലവർ രീതിയിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിൻ്റെ കളറുകളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മാറ്റി കൊടുക്കണമെങ്കിൽ ഇതിനകത്ത് സെലക്ഷൻ ചെയ്യുക. സെലക്ഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇതിനകത്ത് ഗ്രേഡിയൻ്റ് ഏതാണെന്നോ കളർ എടുക്കുക. ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യുക, കളറുകൾ ചൂസ് ചെയ്ത് കൊടുക്കുക. ഡബിൾ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കണ്ടോ. പക്ഷേ ഇപ്പോൾ ഓറഞ്ച് ഓക്കെയാണ്, പക്ഷേ വേറെ കളറുകളൊക്കെ അത്രയും ചൂസ് ആവുന്നില്ല. ഇതൊക്കെ അത്ര അങ്ങോട്ട് സ്യൂട്ട് ആവുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകളൊക്കെ എന്ത് ചെയ്യാം, മാറ്റി കൊടുക്കാവുന്നതാണ്. ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നോക്കുക ഏതാണോ ബെറ്റർ നിങ്ങളത് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ വരുന്നുള്ളൂ, വേറൊന്നുമില്ല. താങ്ക് യു.